നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാഗൊക്കെ തൂക്കി വലിയ ഗമയിൽ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ പറഞ്ഞു തരാം. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് പോർട്ട് ലൂയിസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ ഒരു അക്വേറിയം കാണാനാണ് കേട്ടോ. അപ്പോൾ പോർട്ട് ലൂയിസിൽ മെയിൻ ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്, അതായത് ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് ഈ അക്വേറിയം. അതിൻ്റെ പേരെന്താണെന്നുള്ളത് അവിടെ എത്തിയിട്ട് ഇൻട്രോ ആയിട്ട് കാണിച്ചു തരാം. അതല്ലേ അതിൻ്റെ രസം. അപ്പോൾ നമ്മൾ പോർട്ട് ലൂയിസിൽ നിന്ന് നമുക്ക് വണ്ടി വിളിച്ച് വരുവാണെങ്കിൽ അത്രയും എളുപ്പമാണ്. ഇല്ലെങ്കിൽ നടന്ന് വരിക കുറച്ച് റിസ്ക്കാണ്, കുറേ ദൂരം നടക്കാനുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ എവിടെ നിന്ന് നമുക്ക് എളുപ്പത്തിൽ വരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ഒഡീസിയോ, അങ്ങനെ തന്നെയാണ് പറയാൻ തോന്നുന്നുണ്ട്. കാരണം ഇവിടുത്തെ മൗറീഷ്യസ് ലാംഗ്വേജിൽ പറയുന്നതും നമ്മൾ പറയുന്നതും രണ്ടും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഒഡീസിയോ അക്വേറിയം. പോർട്ട് ലൂയിസിൽ തന്നെയാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. അപ്പം നമ്മുടെ പോർട്ട് ലൂയിസിലെ ഗൊഡോണിന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതിലേക്കൂടെ ഓപ്പോസിറ്റ് നമുക്കൊരു വഴി ഉണ്ടെങ്കിൽ എളുപ്പം ഇവിടെ എത്താൻ പറ്റും. പക്ഷേ അങ്ങനൊരു വഴിയില്ല, നമുക്ക് തിരിഞ്ഞ് വരണം. അപ്പോൾ വണ്ടിയിൽ വരുവാണെങ്കിൽ അത്രയും നല്ല കേട്ടോ. ഇതാണ് കാണുന്ന നമ്മുടെ ഗോഡൗൺ, അതായത് പോർട്ട് ലൂയിസിലെ ഈ വാട്ടർ ഫ്രണ്ട് ഒക്കെ ഇല്ലേ നമ്മൾ മിക്കപ്പോഴും പോകുന്ന സ്ഥലം, ഈ കൊടയൊക്കെ ഉള്ള ആ ഒരു ഡിസൈനുള്ള അവിടെയാണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ അക്വേറിയം നിൽക്കുന്നത്. പക്ഷേ നമുക്ക് വരണമെങ്കിൽ തിരിഞ്ഞ് വരണം. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് അവിടുന്ന് ടിക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 450 കേട്ടോ. അത് പെർമിറ്റ് ഉള്ളവർക്കാണെങ്കിൽ 450, പെർമിറ്റ് ഇല്ലാത്തവർക്കാണെങ്കിൽ 800 സംതിങ് അങ്ങനെ എന്തോ ആണ്. പിന്നെ നമ്മൾ അവസാനം ഒരു ഇത് കാണുന്നുണ്ട്, ആനിമേഷൻ 3D പോലത്തെ ഒരു സ്ക്രീനിലൊരിത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കൂടെ ആണെങ്കിൽ ഒരു 50 രൂപ എക്സ്ട്രാ കൊടുക്കണം. അപ്പം ടോട്ടൽ ഒരാൾക്ക് 500 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ ഇതേപോലത്തെ ഒരു സ്ഥലത്താണ് ഇത് കാണുന്നത്. പിന്നെ ഇത് മസ്റ്റ് വിസിറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാൻ കഴിയുന്നവരാണ്, നമുക്ക് ഇങ്ങനത്തിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വന്ന് കണ്ടോളൂ കേട്ടോ. ഞങ്ങൾക്ക് ഏത് ചെറിയൊരു കാര്യം ഞങ്ങൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ആൾക്കാരാണ്, ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി എല്ലാം കാണാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെറിയ കാര്യം ഉണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എന്തായാലും വന്ന് കണ്ടോളൂ കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലായി ഒന്നുമില്ല. പക്ഷേ എല്ലാം നമ്മൾ ഏത് സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമ്മളെല്ലാം കണ്ട് ആസ്വദിക്കണം, അങ്ങനെയല്ലേ വേണ്ടത്. അപ്പം കുട്ടികളെയും കൊണ്ടുവരുവാണെങ്കിൽ എന്തായാലും വന്ന് കണ്ടോളൂ കേട്ടോ. അടിപൊളി സ്ഥലമാണ്. പിന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്, കാരണം ഞാൻ ഒന്നും കട്ട് ചെയ്തിട്ടില്ല. എനിക്ക് പറ്റാവുന്ന എല്ലാ വീഡിയോസും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പലതരം വെറൈറ്റി ഫിഷാണ് കേട്ടോ ഉള്ളത്. നല്ല രസമുണ്ട് കാണാൻ. ഇതിൽ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള എനിക്ക് 2 കാര്യങ്ങളാണ്. അത് നമുക്കിങ്ങനെ വഴിയേ വീഡിയോ കണ്ടുകൊണ്ട് പറയാം, കാരണം അടിപൊളിയായിരുന്നു കേട്ടോ അത്. പിന്നെ ഇങ്ങനെ ഇതേപോലത്തെ ചെറിയ ചെറിയ ഇങ്ങനെ ഗ്ലാസ് ഇല്ലേ, കുപ്പി, ഇങ്ങനെ ബോട്ടിലിൻ്റെ ഷേപ്പിലുള്ള അതിലൊക്കെ ഉണ്ട് കുറേ മീനുകൾ. പിന്നെ മെയിനായിട്ട് അതിലെ ഭംഗി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഡിസൈൻ ഇല്ലേ, അത് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വീക്ഷിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ നമ്മൾ ആ ചെറിയ ചെറിയ ഇങ്ങനെ ഹോൾ കൂടെ നോക്കി കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ എത്തുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാടൊന്നുമില്ല കാണാൻ, പക്ഷേ ഇതിൻ്റെ അകത്ത്, ഗ്ലാസിൻ്റെ അകത്ത് തന്നെ പല വെറൈറ്റി ഫിഷുകളാണ് അവരിട്ടിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ. പിന്നെ ഈ കാണുന്നതൊക്കെ സെയിം ഫിഷ് തന്നെയാണ്, അതിൽ 1-2 ആണ് ഡിഫറൻസ് ഉള്ളത്. പക്ഷേ ഇതിങ്ങനെ കൂട്ടത്തോട് പോകുമ്പം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് കയറുന്നതിന് മുമ്പേ നമുക്കവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് ഭയങ്കര ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കരുതെന്ന്. അത് ഫിഷിനൊക്കെ ഡിസ്റ്റർബൻസ് ആയിട്ടാണോ എന്നറിയില്ല. പിന്നെ അതുമല്ല നമ്മളിങ്ങനെ ഈ ഗ്ലാസിൻ്റെത് മൊത്തം ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്കോ ആണ്. അപ്പോൾ ചെറിയൊരു സൗണ്ട് ഉണ്ടെങ്കിൽ കൂടെ ഭയങ്കരമായിട്ട് നമുക്ക് കേൾക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര പേരുണ്ടെങ്കിലും ഭയങ്കര കാമായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. പിന്നെ അവിടുത്തെ ലൈറ്റിങ് അത് അടിപൊളിയാണ്. ഈ ലൈറ്റിങ്ങിൽ കൂടെ മെയിനായിട്ട് നമ്മുടെ ആ ഫിഷിൻ്റെയും പിന്നെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു.
പിന്നെ ഈ കാണുന്നത് ഒരു ചെറിയൊരു ഗുഹ പോലെ ഇങ്ങനെ ഗ്ലാസ്സിനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടെ പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ മീനുകളെയൊക്കെ കാണാൻ പറ്റും. അപ്പം നമ്മൾ നിന്നിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എത്തുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള ആ ഒരു എൻട്രി ഇല്ലേ ആ ഏരിയയിലേക്കാണ്. അപ്പം നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകുമ്പം കുറച്ചിങ്ങനെ ചുറ്റിയിട്ട് പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൂടെ പോവുകയാണെങ്കിൽ നേരിട്ട് നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് എത്താൻ പറ്റും. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഷേപ്പും അതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ആ ഡിസൈനൊക്കെ. പിന്നെ നമ്മൾ ചെന്ന സമയത്ത് ഫിഷിന് ഫീഡിങ് ചെയ്യുന്ന സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫുഡ് കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ കൂട്ടത്തോടെ ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് ഇത്രത്തോളം അതിൻ്റെ അകത്ത് ആ മീനുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ നമ്മൾ അവിടുത്തെ ഫിഷിനെയൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു സ്റ്റെപ്പ് കയറിയിട്ട് പിന്നെ നമ്മൾ കുറച്ചൊന്ന് മേലോട്ടേക്ക് വരാനുണ്ട്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് നമുക്കിങ്ങനത്തെ ഈ ഓന്ത്, ഇവിടുത്തെ ഓന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച കളർ നല്ല വലിയ ഓന്താണ് കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലത്തെ ഓന്തൊന്നുമല്ല. പിന്നെ ഇതേപോലത്തെ ഇങ്ങനെ കുറേ കുട്ടി കുട്ടി മീനുകളൊക്കെ ഉണ്ട്. ഇതിൽ നമ്മുടെ ഈ മുഷു എന്നാണ് പറയാൻ തോന്നുന്നുണ്ട്, അതുണ്ട്. പിന്നെ ഈൽ ഫിഷ് ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ പേരറിയുള്ളൂ, ബാക്കിയുള്ള മീനിൻ്റെ ഒന്നും പേരറിയില്ല. അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ നമ്മൾ അത് കണ്ടു കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഈ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഇതൊരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ പോലത്തെ ഒരു ഏരിയ ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ സ്ക്രീനിൽ കാണിക്കുന്ന ആ ഒരു ഡിസൈനിലുള്ള മീനൊക്കെ ഉണ്ട് എന്നാണ് അവിടെ കാണിച്ചത്. പക്ഷേ ഇതിലുള്ള എല്ലാ ഡിസൈനുള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം ഇത്രയും വലിയതായതുകൊണ്ടായിരിക്കും കേട്ടോ. നമ്മൾ നിൽക്കുന്ന ആ ഏരിയയിലേക്ക് എല്ലാമെന്നും വരണമെന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ഒന്നോ രണ്ടോ മീനൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അത്രയും ഡിസൈനിലുള്ളതാണോ എന്നറിയില്ല. പിന്നെ ചിലതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല കളർഫുള്ളായിട്ട്. പിന്നെ ഈ ഒരു അക്വേറിയം പോലത്തെ, അതായത് സ്വിമ്മിംഗ് പൂൾ പോലത്തെ ആ ഒരു ഏരിയയിൽ നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് ഇതേപോലത്തെ ഒരു ഇരുട്ട് മുറിയിലേക്കാണ് കേട്ടോ. അവിടുത്തെ ലൈറ്റിങ് അടിപൊളിയാണ് കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് ചെന്ന ആ ഒരു ഫീലായിരുന്നു. അങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇങ്ങനെ ഫസ്റ്റ് ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണിലുടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടിൽ ഷേപ്പിലുള്ള ഗ്ലാസിൻ്റെ ആ ഒരു ഇതില്ലേ, അതിൻ്റെ അകത്തുള്ള മീനാണ് കേട്ടോ. എത്രയുണ്ട് എന്നറിയോ, ഒരുപാടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഇതേപോലെ അതിൽ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കണ്ടത് ഈ ഒരു ഫിഷാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, കാരണം അവിടെ സ്ക്രീനിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളതും എനിക്ക് ഓർമ്മയില്ല. നല്ല ഭംഗിയുണ്ട് ഇതിനൊക്കെ കാണാൻ. ഈ കാണുന്ന ഫിഷ് ഏതാണെന്ന് മനസ്സിലായോ? നമ്മൾ ഈ ബോൾ പോലെ ഷേപ്പ് ആവുന്നൊരു മീനില്ല, അതാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു മീനും പിന്നെ അതേപോലെ ഒന്ന് രണ്ട് ഫിഷിനെയൊക്കെ ഇതേപോലത്തെ ചെറിയൊരു ഇതിൻ്റെ അകത്ത് കൂടി നമുക്ക് കാണാൻ പറ്റുള്ളൂ. ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ അതിൻ്റെ അകത്ത് കൂടി നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. വലിയ വിസ്താരമൊന്നുമില്ല. പിന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു ഇതാണ് കേട്ടോ. ഇതിൽ മീനിനേക്കാളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയിട്ടുള്ള ഈ ഒരു ചെടിയാണ് കേട്ടോ. വൈറ്റ് കളർ ചെടി, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതിനകത്ത് ചെറിയ ചെറിയ കുറേ ഫിഷുകളാണ് കേട്ടോ ഉള്ളത്. പിന്നെ നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ചെന്നെത്തുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് രണ്ട് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള, അതിൽ ഒന്നാമത്തെ കാര്യമാണ് കേട്ടോ അത്. ഇതിനകത്ത് നമ്മുടെ മെയിൻ ആളുണ്ട്, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ നമുക്ക് ഈ ഫോറിൻ കൺട്രിയിൽ മെയിനായിട്ട് ഇങ്ങനെ അക്വേറിയം സൂ ഒക്കെ കാണിക്കുമ്പം വരുന്ന ആ ഒരു ഷേപ്പാണ് കേട്ടോ അത്. ചെന്നപ്പം തന്നെ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതാണ് ഒരു കാര്യം. ഇനി ഇതിനകത്ത് വലിയൊരാളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളിങ്ങനെ ചെല്ലുമ്പം ഇതിൻ്റെ അകത്ത് കൂടെ ഇതൊക്കെയാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. കുറേ പാറക്കല്ലൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഡിസൈൻ ആക്കിയിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് പല വെറൈറ്റി ചെറിയ മീനും വലിയ മീനും ഒക്കെ ഉണ്ട്.
അപ്പോൾ ഇതിനകത്ത് ആരാ ഉള്ളതെന്ന് കാണണ്ടേ? ഇതാണ് കേട്ടോ ആള്. 2 എണ്ണം ഉണ്ട്. 2 എണ്ണത്തിനെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതിൽ കൂടുതൽ ഉണ്ടോയെന്നറിയില്ല. പിന്നെ ഈ ഒരു ഏരിയ, ഈ ഒരു അക്വേറിയം പോലത്തത് ഒരു ചുറ്റിനുണ്ട് കേട്ടോ. ഇവർക്ക് നീന്തി കളിക്കാൻ പാകത്തിനുള്ള വലിയൊരു ഏരിയ ആയിട്ടാണുള്ളത്. അപ്പം നമ്മളിങ്ങനെ റൗണ്ട് ചുറ്റി ഇങ്ങനെ പോകുമ്പോൾ നമുക്കിതിനെങ്ങനെ പല പല ഏരിയയിലായിട്ട് കാണാൻ പറ്റും കേട്ടോ. 2 എണ്ണത്തിനാണെന്ന് തോന്നുന്നുണ്ട്, കാരണം 2 പേര് ഒന്നിച്ചാണ് ഇങ്ങനെ മിക്കപ്പോഴും കണ്ടിട്ടുള്ളത്. പിന്നെ വേറെയും വലിയ 2-3 മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് രസമായിരുന്നു എന്ന് പറയും ഇത് കാണാൻ. ഫസ്റ്റായിട്ടാണ് നമ്മളിങ്ങനെ ഷാർക്കിനെ നേരിട്ട് കാണുന്നത് കേട്ടോ. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ആൾ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ വരും. പിന്നെ അവർ തിരിഞ്ഞ് അതേപോലെ ഇങ്ങനെ അപ്പുറത്തെ സൈഡിൽ കൂടെയൊക്കെ നീന്തിയിട്ട് പിന്നെയും തിരിച്ചു വരും. ഒരു ടൈം പീരീഡിൽ അവർ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പം ഇത് 2ാമത്തെ ആളാണ് കേട്ടോ. 2 പേരുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ഷേപ്പിലുള്ള വേറൊരു മീനും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല. ഇവർ മെയിനായിട്ട് ഈ ഒരു ഏരിയ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ കടലിലൊക്കെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ അക്വേറിയത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെ ഈ ഷാർക്കാണ് കേട്ടോ. 2 ഷാർക്കേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 എണ്ണം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറെ പല വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫിഷുകളുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ഫിഷാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നത് ഇത് 2-3 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ എണ്ണമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എത്ര ഉണ്ട് എന്നുള്ളത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ കാണുമ്പോൾ, കൂട്ടത്തോടെ കാണുമ്പോൾ 2-3 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പം മറ്റേ ഏരിയയിലൊക്കെ ഉണ്ടാവുമായിരിക്കും കുറേ. പിന്നെ ഈ ഒരു ഏരിയ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുന്നത് ഇതേപോലത്തെ ഒരു ഓപ്പൺ ഏരിയയിലേക്കാണ് കേട്ടോ. അവിടെ ഇതേപോലത്തെ ഇങ്ങനെ പാറേനെ കൊണ്ട് ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വരുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഏരിയ ആണ്. ഇതിനകത്ത് 2-3 ഷേപ്പിലുള്ള മീനുണ്ട് എന്നാണ് ആ ഒരു ബോർഡിൽ കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഷാർക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഫിഷാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഒരു 2 കുഞ്ഞ് തെരണ്ടി ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഒരു വലിയ തെരണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതിനങ്ങനെ നമുക്ക് വീഡിയോയിലൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല, അത് പാറേൻ്റെ ഇടയിലാണ്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെ ഒരു ഇതുണ്ട്. അവിടെ അത്യാവശ്യത്തിന് എക്സ്പെൻസീവാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഡോറ് വഴി ഉള്ളിലേക്ക് കയറുമ്പോഴാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇതിനെ ഫുള്ളായിട്ട് നമുക്ക് കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയ ഇങ്ങനെ പാറേൻ്റെ ഇടയ്ക്ക് കൂടെ ഫേസ് മാത്രം കാണിച്ചിട്ടാണ് ആളുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ചെറിയൊരു ഫിഷാണോ എന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ ചെമ്മീൻ്റെയൊക്കെ ഒരു ഷേപ്പിലുള്ളത് ഭയങ്കര സ്ലോ മോഷനാണ് കേട്ടോ നടക്കുന്നത്. അതിൻ്റെ വെള്ളം ഇളകുന്നതോ ഒന്നുമില്ല. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ അക്വേറിയത്തിൽ പോയപ്പം ഈ മീനൊക്കെ നീന്തുമ്പോഴും ഷാർക്ക് നീന്തുമ്പോഴും ഒരു അനക്കോ വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു അനക്കം പോലും ഒന്നുമില്ലാതെ ഭയങ്കര സ്ലോ മോഷൻ കേട്ടോ നീന്തുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള 2ാമത്തെ കാര്യമാണ് ജെല്ലി ഫിഷ്. ഇത് 2 ടൈപ്പിലുള്ളതുണ്ട് കേട്ടോ. ഒരു വലിയതും ഉണ്ട്, അതേപോലെ തന്നെ ചെറുതും ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പം ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നല്ലോണം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഓരോന്നിനും ഇങ്ങനെ എടുത്ത് നോക്കിയിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ വേറൊരു സ്ഥലത്ത് ഇതിനേക്കാളും വലിയതുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ് എല്ലാം കാണാൻ. പിന്നെ നമ്മൾ ഈ ഒരു അക്വേറിയം സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് തന്നെ ഈ ഒരു ജെല്ലി ഫിഷും പിന്നെ അതേപോലെ ഷാർക്കും ആണ് കേട്ടോ. ഇത് 2ആണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് അക്വേറിയം സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതേപോലത്തെ വേറൊരു ഷേപ്പിലുള്ള അടുത്ത ജെല്ലി ഫിഷാണ്. ഇതിനും ജെല്ലി ഫിഷ് തന്നെയാണ് പറയാൻ തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ജെല്ലി ഫിഷ് തന്നെ പല രീതിയിലും ഉണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ. പിന്നെ ഈ ഒരു കളറ് അത് ലൈറ്റിങ്ങിൻ്റെ ആണ് കേട്ടോ, അല്ലാതെ ഈ ജെല്ലി ഫിഷിന് കളർ ചേഞ്ച് ആവുന്നൊന്നുമല്ല. എന്നെപ്പോലെ പൊട്ടന്മാരൊക്കെ അതും ചിന്തിച്ചെന്ന് വരും കേട്ടോ. ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് അത് ലൈറ്റിങ്ങിൻ്റെ ആണെന്ന്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വെള്ളം ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ആ ജെല്ലി ഫിഷും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ലൈറ്റിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ വെറൈറ്റി ഫിഷുകളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നത് നമ്മൾ കാണാത്ത പല വെറൈറ്റിയിലുള്ള ഫിഷുകളെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഷാർക്ക്, ജെല്ലി ഫിഷ്, ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ മെയിനായിട്ടുള്ളത്. വേറൊന്നും പ്രത്യേകിച്ച് നമുക്ക് പറയാനില്ല. പക്ഷെ നല്ല രസമാണ് കാണാൻ. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 1.5-2 മണിക്കൂർ നമുക്കിതിൻ്റെ അകത്ത് തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം നമ്മൾ കാണുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഏരിയ അല്ലാതെ വേറൊരു ഏരിയയിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇതിങ്ങനെ ചുറ്റിനും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് വിശാലമായിട്ട് എല്ലാം കാണാൻ പറ്റും കേട്ടോ. കുറേ നേരം കാണാൻ പറ്റും. പിന്നെ നമുക്കിങ്ങനെ ഷാർക്കിനെ കാണാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ ഒരു ടെൻഷൻ നമുക്കില്ല. കാരണം അതിങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട്
ഒരു ടൈം പീരീഡ് പോലെയാണ് അവരിങ്ങനെ നീന്തിയിട്ട് പിന്നെ തിരിച്ചു വരുന്നത്. നമുക്കത് കുറച്ച് നേരം ഒരു സെക്കൻഡ് ഒരു 5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷാർക്കിനെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതിനകത്തുള്ള കുറേ ചെറിയ ചെറിയ മീനുകൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതെങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നറിയില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ പോയിട്ടുള്ള അതേ ഷാർക്ക് ഞാൻ തിരിച്ചു വരുന്നത്. പിന്നെ നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആനിമേഷൻ തിയേറ്റർ പോലത്തെ ഒരു ഏരിയയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനാണ് നമ്മൾ 50 രൂപ എക്സ്ട്രാ കൊടുത്ത് കയറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വലിയ രസമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ രസമൊന്നുമില്ല. പിന്നെ അതിൻ്റെ സൗണ്ടും എഫക്റ്റും ഒക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇത്തിരി നേരമൊക്കെ കണ്ടിരിക്കാനൊക്കെ തോന്നും, അല്ലാതെ കുറേ നേരം ഒന്നും ഇരിക്കാനൊന്നും തോന്നില്ല കേട്ടോ. കാരണം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഇതല്ല, ഞാൻ വിചാരിച്ച വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ്. ഈ ഒരു സംഭവം ഞാൻ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഫോറിൻ കൺട്രിയിലുള്ള ഓരോരുത്തരുടെ ബ്ലോഗൊക്കെ കാണുമ്പം കാണാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ്. എന്നാലും ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഇന്ന് കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു ടൈപ്പിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഫാമിലി കയറി വന്നിട്ടുണ്ടായിരുന്നത്. അച്ഛനും അമ്മയും ഒരു മോനും. പിന്നെ ആ മോൻ്റെ കൂടെ കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഈ അക്വേറിയത്തിൽ അവസാനമായിട്ട് നമുക്ക് കാണാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത്, ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് നമ്മൾ ചെല്ലുന്നത് ഇതിൻ്റെ അകത്തുള്ള ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ. അവിടെ നമുക്ക് മൗറീഷ്യസിൽ വേണ്ട കുറച്ച് ഐറ്റംസ്, അതായത് മൗറീഷ്യൻ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഐറ്റംസും പിന്നെ ടീഷർട്ട് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ്, ടോയ്സും കാര്യങ്ങളൊക്കെ. അതൊന്നും വാങ്ങാൻ നിൽക്കണ്ട എന്നാണ്, കാരണം ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തു കൂടിയാണ് നമ്മൾ എക്സിറ്റ് അടിക്കുന്നത്. പിന്നെ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. നമുക്ക് ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന റെസ്റ്റോറൻറ്റില്ല, അവിടെ നിന്ന് കഴിച്ചിട്ട് വരാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കയറണമെങ്കിൽ പിന്നെയും ഫീസ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടോയ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അടിപൊളിയാണ് കേട്ടോ. കുറച്ച് നേരം നമ്മുടെ മൈൻഡ് കാമാക്കി വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലേസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നല്ലൊരു മൗറീഷ്യൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.